ഹായ് സുഹൃത്തുക്കളെ, രാജി ജിതിൻ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ രാജി വ്ലോഗ്സ്. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതൊരു കറിനാരങ്ങ അച്ചാറാണ് കേട്ടോ. നമ്മുടെ ഈ മഞ്ഞ നിറത്തിലുള്ള വലിയ നാരങ്ങ കിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ അച്ചാറാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നോക്കി, ആദ്യമായിട്ട് ഞാനിങ്ങനെ ആ നാരങ്ങ മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ച് വെച്ചു. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൂടുതൽ വെളുത്തുള്ളി, ഒത്തിരി വെളുത്തുള്ളി, അതായത് നല്ല വെളുത്തുള്ളി എത്ര എടുക്കുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ വെളുത്തുള്ളി. പിന്നെ ഇതാ പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്. ഇഞ്ചി അധികം എടുത്തിട്ടില്ല, ഇഞ്ചി കുറച്ചേ ഉള്ളൂ. ഇഞ്ചി കുറവായാലും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളിതാ നാട്ടിൽ വന്നപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് ഈ കറിനാരങ്ങ. അപ്പോൾ അതിൻ്റെ അച്ചാർ ഞാൻ വിചാരിച്ച് കുറച്ചിട്ടിട്ട് ബാക്കി ഉണ്ടെങ്കിൽ, ഇവിടുത്തെ ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ കുറച്ച് തിരിച്ചു പോകുമ്പോഴും കൊണ്ടുവന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അച്ചാർ അങ്ങിടുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലയാണിത്. ഇഞ്ചി നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ചീനിച്ചട്ടിയിലോട്ട് ചീനിച്ചട്ടിയിലോട്ട് എണ്ണയാണ്, ഞാൻ വെളിച്ചെണ്ണ എടുത്തത് കേട്ടോ. വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിക്കുന്നുണ്ട്. അത് ഞാൻ അതിൻ്റെ കടുക് ഇട്ടു. പിന്നെ ഞാൻ ലേശം ഉലുവ ഇടുന്നുണ്ട്. ഞാൻ മുഴുവൻ ഉലുവയാണ് ഇടുന്നത്. ഞാൻ പൊടിച്ച് ചേർക്കുന്ന ഉലുവയല്ല അച്ചാറിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്, മുഴുവൻ ഉലുവയാണ് ഇടുന്നത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായതിന് ശേഷം മാത്രമേ ഞാനിത് ഇടുന്നുള്ളൂ കേട്ടോ, നാരങ്ങ ഇടുന്നുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു, പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ലേശം കായം കൂടി ഇട്ടു. അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം മാത്രമേ ഞാൻ നാരങ്ങ ഇടുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് അതിങ്ങനെ ഒന്ന് മുരിയുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഉപ്പിട്ടിട്ടില്ലായിരുന്നു അതിൽ കേട്ടോ. ഞാൻ അതിലോട്ട് വീണ്ടും ഉപ്പിടുവാണ്. ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ പാകമല്ലേ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എത്രയാണെന്ന് വെച്ചാൽ ഉപ്പിടുക. പക്ഷെ ഞാൻ ആക്ച്വലി അച്ചാറിട്ട് കഴിഞ്ഞപ്പോൾ ഉപ്പ് കൂടിപ്പോയിരുന്നു കേട്ടോ. ഞാൻ വേറെ എന്തോ കാര്യം ശ്രദ്ധിച്ചാണ് ഉപ്പിട്ടത്, അതുകൊണ്ട് ഉപ്പ് കൂടിപ്പോയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുവാണേ. ഞാൻ അതിന് കായപ്പൊടിയല്ല കേട്ടോ, കായം തന്നെ ആയിരുന്നു ഇട്ടത്. പിന്നെ അതിലോട്ട് ഞാനിങ്ങനെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നതിന് ശേഷം മാത്രമേ ഞാൻ നാരങ്ങ ഇടുന്നുള്ളൂ കേട്ടോ. 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അത് നന്നായിട്ട്, കാരണം ചാറ് കൂടുതൽ വേണം. ആദ്യം 1 ഗ്ലാസ് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു അയ്യോ ചാറ് കുറവായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ 1 ഗ്ലാസ് കൂടെ ഒഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ഞാൻ നാരങ്ങ ഇടുന്നത്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. എന്നിട്ട് നാരങ്ങ അതിലോട്ട് ഇട്ടിട്ട് നാരങ്ങ അതിലോട്ട് ഇടുകയാണ്. അതിട്ടതിന് ശേഷം നമ്മളൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇടുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ. അപ്പോൾ നന്നായിട്ട് ഉപ്പും
ഇതാ മഞ്ഞൾപ്പൊടിയും അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പിടിക്കും. കായമൊക്കെ ഇപ്പം എന്തായാലും ഇത് ഉപയോഗിക്കത്തില്ല, നാളെ നമ്മൾ ഇതെടുക്കാവുള്ളൂ കേട്ടോ. കാരണം കായം ഞാൻ പൊടിയല്ല ഇട്ടേക്കുന്നത്, കായം മുഴുവൻ കായമല്ലേ ഇട്ടേക്കുന്നത്. അതിങ്ങനെ അലിഞ്ഞ് ഇറങ്ങി വന്നു കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ സുഹൃത്തുക്കളെ, നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നാരങ്ങ അച്ചാറാണിത് കേട്ടോ. മറ്റേ നാരങ്ങ അച്ചാറിനെക്കാട്ടിലും എനിക്കിഷ്ടം ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്ക് തരണം കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക. ഓക്കെ സുഹൃത്തുക്കളെ.